777 ജാക്ചൂൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് സാൽമിയയിൽ തന്നെയുള്ള ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോകാറുള്ള ഒരു ബീച്ചിലേക്കാണ് കേട്ടോ. അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഇവിടെ വന്നിട്ട് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഇരിക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണമല്ലോ. കുറച്ച് കഴിയുമ്പോൾ വെയിൽ കുറച്ചും കൂടി കൂടും. അപ്പോൾ നമുക്ക് തണൽ വേണമല്ലോ. അപ്പോൾ ചേട്ടൻ കുടയെല്ലാം സാൻഡിൽ ഉറപ്പിക്കുന്ന പരിപാടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. വീക്കെൻഡുകളിൽ സാധാരണ വരാറുള്ള സീസറുകളിൽ ഒന്നാണ് ഇവിടെ. കാണാ കാഴ്ചകളുടെ കലവറയാണല്ലോ കടൽ എപ്പോഴും. കടൽ യാത്രകളും കടൽ കാഴ്ചകളും എന്നും എപ്പോഴും മനസ്സിൽ പോസിറ്റീവ് എനർജി നിറച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ എല്ലാവർക്കും ഈദ് ഹോളിഡേയ്സ് ആണ്. 4-5 ഡേയ്സ് ഉണ്ട്. എന്നാൽ ഒരു ദിവസം സീസൈഡിൽ തന്നെ വന്ന് എൻജോയ് ചെയ്യാൻ തീരുമാനിച്ച് ഇറങ്ങിയതാണ്. മോർണിംഗ് 5 o'clock ഇവിടെ എത്തണമെന്ന് തീരുമാനിച്ചതാണ്. പക്ഷെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ സമയം കുറച്ച് വൈകിട്ടോ. എന്നാലും കുഴപ്പമില്ല. നല്ല ശാന്തമായിട്ടുള്ള, കണ്ടില്ലേ, തിരകളൊന്നും അധികം ഇല്ലാത്ത കടൽ തീരമാണ് കേട്ടോ. നല്ല തണുപ്പാണ് വെള്ളത്തിന്. പുറത്ത് നല്ല ചൂടാണ് തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ വേനൽക്കാലം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ വെള്ളം നല്ല തണുത്തിരിക്കാൻ കേട്ടോ. കാരണം ആരും തന്നെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല. ഞങ്ങളാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാനുള്ള എല്ലാ പരിപാടികളും സെറ്റപ്പ് ആക്കിയിട്ടാണ് വന്നേക്കണേ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളെല്ലാം ദേ ഇവിടെയാണ്. ഇന്ന് ഏകദേശം ഒരു 2-3 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാനാണ് തീരുമാനം. നോക്കാം. ചൂട് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പോകേണ്ടി വരും. പക്ഷെ കുറച്ച് നേരത്തെ കിട്ടുമല്ലോ. ഇന്ന് ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എല്ലാം നമ്മൾ പ്രിപ്പയർ ആയിട്ട് കൊണ്ടുവന്നിക്കുവാണ്. ചേട്ടാ അവിടെ ഒരു കപ്പൽ കിടക്കുന്നുണ്ടോ? കപ്പലുണ്ട്. സൂര്യൻ ഏകദേശം ഇവിടെ തലയ്ക്ക് മുകളിലാണ് നിൽക്കണത് കേട്ടോ. മോർണിംഗ് ആണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങോട്ട് നോക്കാനേ പറ്റുന്നില്ല. പക്ഷെ വലിയ ചൂടില്ല കേട്ടോ. കടലെന്ന നമ്മുടെ സങ്കല്പത്തെ ആകെ മാറ്റിമറിക്കുന്നതാണ് ഇവിടുത്തെ കടൽ. തിരമാലകളില്ലാതെ ശാന്തസുന്ദരമായിരിക്കും. പിന്നെ വെതർ ചേഞ്ച്, പൊടിക്കാറ്റ് എന്നിവ വരുമ്പോൾ കുറച്ച് തിരമാലകളുണ്ടാവും. അതുകൊണ്ട് ഒരു മിനിമം സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ കടലിൽ നീന്തി ഉല്ലസിക്കാവുന്നതാണ്.
എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് വെള്ളം ചൂടായതിനു ശേഷം നമുക്ക് കടലിലിറങ്ങാം. അതിടയ്ക്ക് നമുക്കിവിടെ കാറ്റ് കൊണ്ട് കുറച്ച് നേരം വിശ്രമിക്കാം. ഇന്ന് നമ്മൾ ലൈവ് ഞണ്ടിനെ പിടിക്കുക, അതാണ് അടുത്ത ഉദ്ദേശം. ഇപ്പം സ്വിമ്മിങ്ങും ഞണ്ടിനെ പിടുത്തം. കാരണം ഇപ്പം നല്ല ഞണ്ടിൻ്റെ സീസൺ, ഇഷ്ടം പോലെ ഞണ്ട് ഈ സീസണിലുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ പിടിക്കാം. നമുക്ക് ഫ്രഷ് ഞണ്ടിനെ ഇട്ട് ഞണ്ട് കറി വയ്ക്കാം. അവനിക്കറിയാ അങ്ങാട്ടി എന്നാലേ അവന്റെ വായിച്ചെന്ന് വിടും. തിരിച്ചു നീന്തിയാ വല്ല സഹാറ മരുഭൂമി രസപ്പെടാ. ഞണ്ടുകളുടെ ലോകം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ വന്നപ്പോഴല്ലേ കണ്ടത് ഈ കടലോരത്ത് മുഴുവൻ ഓടിക്കളിക്കുന്ന ഞണ്ടുകളാണ്. സീ ഫുഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണല്ലോ സീ ക്രാബ്. ടേസ്റ്റിൻ്റെ കാര്യത്തിലും ന്യൂട്രിയൻറ്റിൻ്റെ കാര്യത്തിലും വളരെ റിച്ച് ആയിട്ടുള്ള ഒരുപാട് ഞണ്ടുകളാണ് ഞങ്ങളുടെ മുമ്പിൽ ഇതാ ഓടി ഓടി നടക്കുന്നത്. ക്രാബുകളെ കുറിച്ച് പറയാനാണെങ്കിൽ ക്രാബ്സൊക്കെ പിടികിട്ട പുള്ളികളാണെന്ന് തന്നെ പറയാം. സ്മെല്ല് സെൻസ് ചെയ്താണ് ഇവർ വരുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. ചിക്കൻ, സ്ക്വിഡ്, റോ ലിവർ, ചെറിയ മീനുകളുടെ തല, ഇതൊക്കെയാണ് ഇവരെ പെട്ടെന്ന് ആകർഷിക്കാൻ വേണ്ടി നമുക്കിടാവുന്നത്. ഇതൊരു ഫീമെയിൽ ക്രാബാണ്. ഇതിൻ്റെ ഫിംഗർ നെയിൽസ് ഉണ്ട് റെഡ് കളറ്, മെയിൽസിൽ അത് ബ്ലൂ കളർ ഉണ്ടാവും. നമ്മൾ ഞണ്ടിനെ കുറേ പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഞണ്ടിൻ്റെ സീസണായി തോന്നുന്നു. കാരണം ഇഷ്ടംപോലെ ഞണ്ടുകൾ ഇവിടെ കാണാനുണ്ട്. പക്ഷെ നല്ല വിദഗ്ധമായിട്ട് പിടിച്ചു അല്ലേ, ഞണ്ടിനെ ഓടിച്ചിട്ട് പിടിച്ചു എന്ന് പറയാം.
അങ്ങനെ ഞങ്ങളും ഒരു ചെറിയ ക്രാബ് ട്രാപ്പേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. കയ്യിൽ പ്രത്യേകിച്ച് അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും തന്നെ ഇല്ലെങ്കിലും ഞങ്ങൾ ആവിധം വിധം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബിഗിനേഴ്സിനാണെങ്കിൽ ഈ ക്രാബിനെ പിടിക്കുന്നതിനൊക്കെ ഫിഷിംഗ് ലൈൻ മെത്തേഡിലെ അത് തന്നെ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. അതായത് ഒരു വലിയ സ്റ്റിക്കും നെറ്റും. തെരണ്ടിയില്ലേ, തെരണ്ടി മത്സ്യം അത് ചത്തെടുക്കുന്നുണ്ട്. നല്ല ഹോട്ടായി തുടങ്ങി. കുറേ ഞണ്ട് പിടിക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ കയ്യിൽ ലോങ് നെറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കത് കുറച്ച് ദൂരം ഞണ്ട് ഓടിപ്പോയാലും അവർക്കത് ക്യാച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അവർ ആ കല്ലിൻ്റെ ഇടുക്കിലോട്ട് അങ്ങോട്ട് നീങ്ങിപ്പോവും. കണ്ടോ, ആ അറ്റത്തേക്ക് വരെ അവിടെ പോയി അതിൻ്റെ മുകളിൽ ഇരുന്നിട്ടൊക്കെയാണ് അവർ ഞണ്ടിനെ പിടിക്കുന്നത്. ഇത്തിരി റിസ്ക്കാണ്, എപ്പോഴും സേഫ്റ്റി നോക്കണം. പക്ഷെ അതിൽ ഇൻട്രസ്റ്റ് ചെയ്തവർക്ക് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞണ്ട് പിടിക്കുന്നതിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടോ. ആദ്യം നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ കിട്ടിയിരുന്നുള്ളൂ. പിന്നെ ഇറങ്ങി നോക്കുമ്പോ എല്ലാം ഇഷ്ടംപോലെ ഉണ്ടല്ലോ ജോടെ. നമുക്ക് കറി വെക്കാൻ കൂടുതലാണ്. അപ്പൊ നമുക്ക് കുറച്ച് ഫിഷ് ടാങ്കിൽ ഇടാനും പറ്റുന്നത്. മമ്മി അതിന് ഫ്രൈ ചെയ്യാൻ പാടില്ല, കറി വെക്കാൻ പാടില്ല, അതിനെ വളർത്താനാണ് ഇവരുടെ ഉദ്ദേശം എന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ സമയം ഏകദേശം 8:30 ആയിട്ടുണ്ട് കേട്ടോ. മോർണിംഗ് ആണ്. ഞങ്ങളൊരു ഒരു 7 മണിയോട് കൂടി ഇവിടെ വന്നതാണ്. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. നട്ടുച്ച പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ മോർണിംഗ് ടൈം ആണെന്ന് ഓർക്കണം. ഞണ്ടിനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് തെളിഞ്ഞ് കാണാനുണ്ട്. അപ്പോൾ ഞണ്ടുകളെല്ലാം നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയും. അപ്പോൾ കുട്ടികളായാലും ഭയങ്കര എക്സ്പേർട്ടായി, പെട്ടെന്ന് കണ്ടുപിടിക്കും ഞണ്ടിനെയൊക്കെ.
അങ്ങനെ കാറ്റും കോളും ഒന്നുമില്ലാത്ത ശാന്തമായിട്ടുള്ള ഒരു ജലാശയവും നല്ല ഒരു സുപ്രഭാതവും നിങ്ങൾക്കെല്ലാവർക്കുമായി ഞങ്ങൾ സമ്മാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. ഞങ്ങളിവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്തു എന്ന് തന്നെ കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരും. ടുഡേ സൈനിങ് ഓഫ് 777 at Jack Jones. Bye.